ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു തക്കാളിക്കറിയാണ്. അതിനുവേണ്ടി ഒരു 7 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയൊന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5-6 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒരല്ലി വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം. ഇത്രയും ചേർത്തതിന് ശേഷം ഈ തേങ്ങ അരച്ചെടുക്കുക. അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണയോ ചേർക്കാവുന്നതാണ്. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കടുകും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് പൊട്ടി വരട്ടെ. ഇത് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം ഒരു 30 സെക്കൻഡ് വഴറ്റിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. രണ്ട് 3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കുറച്ചും കൂടെ വേകാനുണ്ട്. ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ മൂടി വയ്ക്കാം. വീണ്ടും ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. വീണ്ടും ആ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള ചാറിനനുസരിച്ച് അധികം വെള്ളമായി പോകാതെ വെള്ളം ചേർക്കാവുന്നതാണ്. കുറച്ച് കുറുകിയ പോലെ നമുക്ക് ചാറെടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരണം. ഉപ്പുണ്ടോ നോക്കുക. ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് തുടങ്ങുമ്പോൾ തീ ഓഫാക്കാവുന്നതാണ്. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫാക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. താങ്ക് യു.